അതോടൊപ്പം തന്നെ ഈ തിമിരം ഉള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് തിമിരം ഉണ്ടാകുമ്പോൾ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്നതോട് കൂടെ നമുക്ക് വേണമെങ്കിൽ പ്രഷർ കൂടി ചേർത്ത് ചെയ്യാം. അപ്പോൾ അവർക്ക് ആജീവനാന്തം മരുന്ന് ഒഴിക്കേണ്ടുന്ന ഒരു അവസ്ഥയാണല്ലോ ഇത്. അപ്പോൾ അവർക്ക് ആ ഒരു തിമിരം ഓപ്പറേഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് പ്രഷറും കൂടി ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരളവോളമൊക്കെ അവരുടെ പ്രഷർ ഓപ്പറേഷനിൽ തന്നെ നമുക്ക് നോർമലായി നിലനിർത്താൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓപ്പറേഷനിലേക്ക് പോകാറുള്ളത്. ഒന്നെങ്കിൽ പ്രഷർ മരുന്ന് ഒഴിച്ചുകൊണ്ട് നിയന്ത്രണ വിധേയമാവാത്ത അവസ്ഥ. ഇതിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പലപ്പോഴും ഇപ്പോൾ ഉമ്മാക്ക് ഇത്ര വയസ്സായി, പിന്നെ ഇനിയിപ്പോൾ ഉമ്മാനൊരു ഓപ്പറേഷനൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറയാറുണ്ട് ചില കേസിലൊക്കെ, അല്ലെങ്കിൽ ഉപ്പാക്കുമൊക്കെ. അങ്ങനെ ഈ ഗ്ലോക്കോമയുടെ സർജറിയുമായി ബന്ധപ്പെട്ട് ഏജിൽ എന്തെങ്കിലും ഇതുണ്ടോ? ഒരു 70 80 അല്ലെങ്കിൽ അത്രയൊക്കെ വയസ്സായിട്ട്, അല്ലെങ്കിൽ അതിലും വയസ്സായവരൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഏജിലൊക്കെ ഇത് സക്സസ് ആണോ? എന്താ? അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പീസ് റേഡിയോ ശ്രോതാക്കളെ, ആരോഗ്യ വിചാരം പരിപാടിയിൽ ഇന്ന് നാം കഴിഞ്ഞ എപ്പിസോഡിൽ പ്രതിപാദിച്ച ഗ്ലോക്കോമ അഥവാ കണ്ണിലെ പ്രഷർ എന്ന വിഷയമാണ് നാം തുടർന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ മുഹമ്മദ് ഫഹീം തന്നെയാണ് ഇന്നും നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹം പെരിന്തൽമണ്ണ അബേറ്റ് ഐ ഹോസ്പിറ്റലിലെ ഗ്ലോക്കോമ സ്പെഷ്യലിസ്റ്റാണ്. ഡോക്ടറെ ഈ ശ്രോതാക്കളെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം കഴിഞ്ഞ എപ്പിസോഡിൽ ഗ്ലോക്കോമയുടെ ലക്ഷണങ്ങളും അതിൻ്റെ ടെസ്റ്റും മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്തു. ഇനി അതുമായി ബന്ധപ്പെട്ട് ചികിത്സ മേഖലയിലേക്ക് നമുക്ക് അല്പസമയം ചർച്ച ചെയ്യാം. അതിന് ചികിത്സ എന്തൊക്കെയാണ് ഒന്ന് ചുരുക്കി വിശദീകരിച്ചാൽ നന്നായിരിക്കും. ഒന്ന്, ഈ കണ്ണിൻ്റെ പ്രഷറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അത് പ്രഷർ കൂടുകയും അങ്ങനെ കാഴ്ച ഞരമ്പുകൾക്ക് ഡാമേജ് സംഭവിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഇതെന്ന് പറഞ്ഞു. മാത്രമല്ല, ഞരമ്പുകൾക്ക് ഒരു തവണ ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്കതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരു അസുഖവുമാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്ലോക്കോമ എന്ന അസുഖമുള്ള ആളുകൾ കൃത്യമായി ചികിത്സ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. മാത്രവുമല്ല, അത്തരം ആളുകൾക്ക് ഒരു റെഗുലർ ഫോളോ അപ്പ് അവർ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ലക്ഷ്യം എന്നത്, ഇപ്പോൾ ഒരു സ്റ്റേജിൽ നമ്മൾ ഗ്ലോക്കോമ അസുഖം കണ്ടെത്തുമ്പോൾ അവർക്ക് കാഴ്ച ഞരമ്പിൽ ഒരു ചെറിയ അളവിലുള്ള ഡാമേജ് ഓരോ ആളുകൾക്ക് വ്യത്യസ്തമായിരിക്കും. ചില ആളുകൾക്കൊക്കെ അതിൻ്റെ ഏറ്റവും കൂടിയ അവസ്ഥയിലൊക്കെ നമ്മൾ കണ്ടെത്തുന്ന ആളുകളുണ്ടാവും. കാഴ്ചയൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ട്, പൂർണ്ണമായി നഷ്ടപ്പെട്ട് കണ്ടെത്തുന്ന ആളുകൾ വരെ ഉണ്ട്. പ്രായമായ ആളുകളൊക്കെ ചിലപ്പോൾ അവർക്ക് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുക, തിമിരമാണെന്ന് വിചാരിക്കും. അപ്പോൾ അത് പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് കാണിക്കാം എന്ന ഉദ്ദേശത്തിലൊക്കെ പോയി അവസാനം കാഴ്ച ഒരുപാട് നഷ്ടപ്പെട്ട ആളുകൾ അങ്ങനെ പല സ്റ്റേജിൽ വരും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം, ഇപ്പോൾ നിലവിലുള്ള കാഴ്ച ഞരമ്പ്, നഷ്ടപ്പെട്ട ഞരമ്പിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. എന്നാൽ ഇനി പുതിയ ഡാമേജുകൾ വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇതിൻ്റെ ചികിത്സ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൊടുക്കാറുള്ളത് തുള്ളിമരുന്നുകളാണ്. കണ്ണിൻ്റെ പ്രഷർ കുറച്ച് വെക്കുന്ന തുള്ളിമരുന്നുകളാണ്. അത്തരം തുള്ളിമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പ്രഷർ ഒരു നോർമൽ റേഞ്ചിൽ, കാഴ്ച ഞരമ്പിന് കേടുപാടുകൾ സംഭവിക്കാത്ത ഒരു റേഞ്ചിൽ നമ്മൾ തുടങ്ങുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യാറുള്ളത്. എന്നിട്ട് ഒരു റെഗുലർ ഇൻ്റർവെൽ, ഒരു 3 മാസമോ അല്ലെങ്കിൽ 6 മാസമൊക്കെ കൂടുമ്പോൾ ഒരാളുടെ പ്രഷർ കൺട്രോൾ അനുസരിച്ചുകൊണ്ട് അവരെ ഒരു ഫോളോ അപ്പിന് വിളിക്കും. അവരുടെ കാഴ്ച ഈ ഒരു പ്രഷർ നോർമൽ റേഞ്ചിൽ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തും. ഒരു തുടക്കത്തിലുണ്ടായിരുന്ന പ്രഷർ ആയിരിക്കണമെന്നില്ല, കുറച്ച് കഴിഞ്ഞാൽ അസുഖത്തിൻ്റെ ഒരു തീവ്രത കൂടാം. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ നമ്മൾ മരുന്നുകൾ കൂട്ടുകയും അങ്ങനെ കാഴ്ച ഞരമ്പുകൾക്ക് ഡാമേജ് വരാതെ സംരക്ഷിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെയാണ് ഞാൻ നേരത്തെ ചില ടെസ്റ്റുകളെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. വിഷ്വൽ ഫീൽഡ്, കാഴ്ച എവിടെയൊക്കെ നഷ്ടപ്പെട്ടു, എത്ര പരിധിയിൽ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ കണ്ണിൻ്റെ ഞരമ്പിൻ്റെ സ്കാൻ, ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്കൊരു റെഗുലർ ഇൻ്റർവെൽ, ഒരു 6 മാസം, ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കൂടുതലായിട്ട് വരുന്നുണ്ടോ, കാഴ്ചക്കുറവ് എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് ഉള്ള കാഴ്ചക്കുറവ് അത് കൂടി വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഞരമ്പിൻ്റെ ആരോഗ്യം ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ മരുന്നിൻ്റെ ഒരു ഡോസ് കൂട്ടി പിന്നെ ഈ ഒരു കാഴ്ച ഞരമ്പിൻ്റെ ആരോഗ്യം നിലനിർത്തും. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ചികിത്സാ രീതി. ഓപ്പറേഷൻ ചെയ്യേണ്ട സാഹചര്യങ്ങളും അതിൽ വരും. പക്ഷേ ഇതിലൊരു മെയിൻ ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മൾ കാണുന്നത് മരുന്നുകൾ ഒഴിച്ചുകൊണ്ട് കാഴ്ച ഞരമ്പിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടാതെ നോക്കുക എന്ന ട്രീറ്റ്മെൻറ്റാണ്. സർജറി ഇതിൽ അത്ര കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയല്ല, പിന്നെ ഇതാണ് ഒരു നല്ലൊരു ശതമാനം ആളുകൾക്കും ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. പിന്നെ ഓപ്പറേഷൻ വേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒന്ന്, ഓപ്പറേഷൻ, അതുപോലെ തന്നെ ചില ലേസർ ചികിത്സകളും, ഇതൊക്കെയാണ് ഇതിൻ്റെ മറ്റ് ചികിത്സകളായിട്ട് വരാനുള്ളത്. ഈ ലേസർ ചികിത്സ ചെയ്യുന്നത് കണ്ണിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു ദ്രാവകമുണ്ട്, അത് പുറത്തു പോകാൻ തടസ്സം വരുമ്പോൾ
അത് ഒരു ട്രബിക്കുലർ മെഷ് വർക്ക് എന്ന് പറഞ്ഞൊരു ഏരിയ, ഒരു കണ്ണിനകത്തുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ, ജനിതകമായ കാരണങ്ങൾ കൊണ്ട് കുറയുമ്പോൾ അതിലൂടെ ആ ഒരു വെള്ളം പുറത്തേക്ക് പോകുന്ന തോത് കുറയും. അതാണ് ഒരു കാരണം. മറ്റൊന്ന്, കണ്ണിനകത്ത് തന്നെ ഉള്ള ചില ഭാഗങ്ങളുണ്ട്, ഐറിസ് എന്ന് പറഞ്ഞ ഭാഗങ്ങൾ ഈ ഒരു ഭാഗത്ത് കൊണ്ട് അടക്കും, അത് ഒരു അടവുണ്ടാക്കും. അത് വന്ന് അടഞ്ഞു പോകുമ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ പുറത്തേക്കുള്ള ഒഴുക്കിനെ അത് ബാധിക്കും. അപ്പോൾ അത്തരം കേസുകളിൽ നമ്മൾ ലേസർ അടിച്ചുകൊണ്ട് ആ അടവ് തുറക്കുന്ന ചികിത്സയുണ്ട്. അത് ആംഗിൾ ക്ലോഷർ, അല്ലെങ്കിൽ കണ്ണിങ്ങനെ അടഞ്ഞു പോയിട്ട് ഈ പ്രഷർ കൂടുന്ന അവസ്ഥ. അത്തരം ആളുകൾക്ക് ലേസർ ചികിത്സകൾ ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ്. അത്തരം ആളുകൾക്ക് നമ്മൾ ലേസർ ചികിത്സ തുടക്കത്തിൽ തന്നെ സജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഓപ്പറേഷൻ ചെയ്യുന്നത്, അത് മരുന്നുകൾ ഒഴിച്ചിട്ടൊന്നും പ്രഷർ നിയന്ത്രണത്തിൽ വരുന്നില്ല. അപ്പോൾ അത്തരം ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യാറുള്ളത്. പലതരത്തിലുള്ള ഓപ്പറേഷൻ ഇപ്പോൾ ഉണ്ട്. സാധാരണ രീതിയിൽ ഒരു ട്രബിക്കുലക്ടമി എന്ന് പറഞ്ഞൊരു ഓപ്പറേഷനാണ് യഥാർത്ഥത്തിൽ പ്രഷർ കുറക്കാൻ ചെയ്യാറുള്ളത്. അതോടൊപ്പം തന്നെ ഈ തിമിരം ഉള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് തിമിരം ഉണ്ടാകുമ്പോൾ തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്നതോടുകൂടെ നമുക്ക് വേണമെങ്കിൽ പ്രഷറും കൂടി ചേർത്ത് ചെയ്യാം. അപ്പോൾ അവർക്ക് ആജീവനാന്തം മരുന്ന് ഒഴിക്കേണ്ടുന്ന ഒരു അവസ്ഥയാണല്ലോ ഇത്. അപ്പോൾ അവർക്ക് ആ ഒരു തിമിരം ഓപ്പറേഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് പ്രഷറും കൂടി ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരളവോളമൊക്കെ അവരുടെ പ്രഷർ ഓപ്പറേഷനിൽ തന്നെ നമുക്ക് നോർമലായി നിലനിർത്താൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓപ്പറേഷനിലേക്ക് പോകാറുള്ളത്. ഒന്നെങ്കിൽ പ്രഷർ മരുന്നൊഴിച്ചുകൊണ്ട് നിയന്ത്രണ വിധേയമാവാത്ത അവസ്ഥ, അല്ലെങ്കിൽ തിമിരം ഒക്കെ ഓപ്പറേഷൻ ചെയ്യേണ്ട കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു അസുഖമുള്ള ആളുകൾക്ക് പ്രഷറിൻ്റെ ഓപ്പറേഷൻ കൂടി ചേർത്ത് അവരുടെ ആ ഒരു കണ്ണിൻ്റെ പ്രഷർ കുറേയും കൂടി കൺട്രോളിലേക്ക് കൊണ്ടുവരുന്ന ഈ രണ്ട് രീതിയിലാണ് നമ്മൾ ഓപ്പറേഷനിലേക്ക് പോകാറുള്ളത്. ഈ ഓപ്പറേഷൻ പലപ്പോഴും പല അസുഖങ്ങൾക്കും ഓപ്പറേഷന് വേണ്ടി തയ്യാറാവുന്ന സമയത്ത് കാർഡിയാക്ക്, ന്യൂറോ, ജനറൽ മെഡിസിൻ ഇവരുടെയൊക്കെ ഒരു ഒപ്പീനിയൻ എടുക്കാറുണ്ട്. അങ്ങനെ ചില കേസിലൊക്കെ ഏജ് അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. ഗ്ലോക്കോമയുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ വല്ല സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ടോ? എന്താണ് അതിൻ്റെ? ഒന്ന്, എല്ലാ ഓപ്പറേഷൻ പോലെ ഒരാളുടെ എല്ലാ സിസ്റ്റമിക് പാരാമീറ്റേഴ്സും, അത് ഷുഗർ ആവട്ടെ, പ്രഷർ ആവട്ടെ, വേറെ ഭാഗത്തൊന്നും ഇൻഫെക്ഷൻ ഒന്നുമില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് തന്നെയാണ് നമ്മൾ ഓപ്പറേഷനിലേക്ക് കടക്കാറുള്ളത്. എന്നാൽ ബാക്കി ഓപ്പറേഷൻ പോലെയുള്ള ഒരുപാട് ബ്ലഡ് ലോസുകൾ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ വലിയ മേജർ കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്ന തരത്തിലുള്ളൊരു ഓപ്പറേഷനല്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ബാക്കി ഒരു മേജർ സർജറി ചെയ്യുന്നത് പോലെയുള്ള ഒരു ഫിറ്റ്നസ് നമുക്ക് ആവശ്യമില്ല. എന്നാൽ രക്തം കട്ടാവാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്ന, ഹോസ്പിറ്റലിൽ ക്ലോപ്പിഡോകൾ കഴിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അത് നിർത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഹാർട്ടിൻ്റെ ഡോക്ടറെ കാണിച്ച് അവർ നിർത്തുന്നത് കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് അവർ ഫിറ്റ്നസ് തരണം. അല്ലാത്ത ആളുകൾക്ക്, ചില ആളുകൾക്ക് നിർത്താൻ പാടില്ലാത്ത അവസ്ഥകളുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് നമ്മൾ അത്തരം രീതിയിലുള്ള ഒരു കാർഡിയോളജി ഫിറ്റ്നസ്സും ഒരു ജനറൽ ഫിസിഷ്യൻ, ഇപ്പോൾ ഷുഗർ കൺട്രോൾ ആയിരിക്കണം, കാരണം ഓപ്പറേഷന് ശേഷം ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ BP നോർമലായിരിക്കണം, ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ബ്ലീഡിങ്ങിൻ്റെ ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് തന്നെയാണ് ഇത് ചെയ്യാറുള്ളത്. എന്നാൽ ഒരു മേജർ ഒരു സർജറിക്കുള്ള ഒരു വർക്കപ്പ് പോലെയുള്ള ഒരു ഫിറ്റ്നസ് ഇവിടെ ഈ പ്രഷറിൻ്റെ ഓപ്പറേഷനും കൂടി ചേർത്ത് ചെയ്യുമ്പോൾ ആവശ്യമില്ല. ചില ആളുകൾക്ക് തിമിരം മാത്രം ചെയ്യും. തിമിരം കുറേയും കൂടി എളുപ്പമാണ്. ബ്ലീഡിങ്ങിൻ്റെ ചാൻസും ഒക്കെ, ഇപ്പോൾ ഈവൻ നമുക്ക് ഈ രക്തം കട്ടാവാതിരിക്കാനുള്ള മരുന്നുകൾ നിർത്തേണ്ട ആവശ്യമൊന്നും പല കണ്ടീഷനിലും വരാറില്ല. എന്നാൽ പ്രഷറിൻ്റെ ഓപ്പറേഷൻ കൂടി ചേർത്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബ്ലീഡിങ്ങിൻ്റെ അവസ്ഥയും കുറച്ചും കൂടി ഒരു വലിയ ഓപ്പറേഷനാണ്. അപ്പോൾ അവിടെ ഒരല്പം കൂടി നമ്മൾ ഫിറ്റ്നസ്സും കാര്യങ്ങളും ഒക്കെ ആവശ്യപ്പെടാറുണ്ട്. ഇതിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പലപ്പോഴും ഇപ്പോൾ ഉമ്മാക്ക് ഇത്ര വയസ്സായി, ഇനിയിപ്പോൾ ഉമ്മാനൊരു ഓപ്പറേഷനൊന്നും ചെയ്യണ്ട എന്നൊക്കെ പറയാറുണ്ട് ചില കേസിലൊക്കെ, അല്ലെങ്കിൽ ഉപ്പാക്കുമൊക്കെ. അങ്ങനെ ഈ ഗ്ലോക്കോമയുടെ സർജറിയുമായി ബന്ധപ്പെട്ട് ഏജിൽ എന്തെങ്കിലും ഇതുണ്ടോ? ഒരു 70 80 അല്ലെങ്കിൽ അത്രയൊക്കെ വയസ്സായിട്ട്, അല്ലെങ്കിൽ അതിലും വയസ്സായവരൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഏജിലൊക്കെ ഇത് സക്സസ് ആണോ? എന്താ അത്? ഒന്ന്, നമ്മൾ കാഴ്ചക്കുറവിൻ്റെ കാരണങ്ങൾ, ഒന്ന് പ്രഷറാണ്, വേറെ ഒന്നുള്ളത് ഈ പ്രായമുള്ള ആളുകൾക്ക് കാണുന്നതാണ് തിമിരം. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ മരുന്നൊഴിച്ചുകൊണ്ട് പ്രഷർ കൺട്രോളിലേക്ക് വരാത്ത ആളുകൾക്ക് നമ്മളത് ആ ഒരു അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രഷർ കൂടി കാഴ്ച ഞരമ്പിൻ്റെ ആരോഗ്യം ഉള്ളതും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഇപ്പോൾ മരുന്നിലൊക്കെ പ്രഷർ കൺട്രോൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് അത്യാവശ്യം കാഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓപ്പറേഷനിലേക്ക് പോകണമെന്നില്ല. കാരണം അവരുടെ ആ മരുന്നൊഴിച്ച് പ്രഷർ കൺട്രോൾഡാണ്, ഞരമ്പിൻ്റെ ആരോഗ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. വലിയ തിമിരമൊന്നും ഇല്ലാത്ത ആളുകൾക്ക് അങ്ങനെ മരുന്നൊഴിച്ച് സാധാരണ BPക്കൊക്കെ മരുന്ന് കഴിക്കുന്ന പോലെ അങ്ങനെ റെഗുലർ ആയിക്കൊണ്ട് തുള്ളി മരുന്നൊഴിച്ച് മുന്നോട്ട് പോകും. എന്നാൽ അവർക്ക് ഈ ഒരു പ്രഷർ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കാഴ്ച ഞരമ്പിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടാനുള്ള സാധ്യത അവിടെയുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഒരു ഓപ്പറേഷനിലേക്ക് പോകലാണ്. അതിപ്പോൾ പ്രായമായ ആളുകളും അവർക്ക് ഒരു ഫിസിഷ്യൻ ഫിറ്റ്നസ് തന്ന് ആ ഒരു സർജറി വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ളൊരു ആരോഗ്യം ഉള്ള ആളുകൾക്ക് നമുക്ക് ചെയ്യാം. മറ്റൊന്നാണ് തിമിരം. തിമിരം നല്ല ഒരു റിസൾട്ട് നൽകുന്ന ഒരു ഓപ്പറേഷനാണ്. ഇപ്പോൾ പ്രായ ആളുകൾക്ക് തന്നെ 2 കണ്ണിലും ഒക്കെ തിമിരം വന്നിട്ടുണ്ടെങ്കിൽ അവരെ കാഴ്ചയെ അത് കാര്യമായി ബാധിക്കും. അപ്പോൾ തിമിരം കൂടി ഉള്ള ആളുകൾക്ക്
നമ്മൾ ആ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കാഴ്ച ഞരമ്പിന് ആരോഗ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ കാഴ്ച ഞരമ്പിന് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കുന്ന അസുഖങ്ങളുണ്ട്. ഷുഗർ ബാധിക്കുന്നത് വളരെ കോമൺ ആണ്. കാഴ്ച ഞരമ്പിൽ ഷുഗർ ഞരമ്പിൽ നീര് വരികയും ബ്ലീഡിങ് വരികയും ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ കാഴ്ച ഞരമ്പിന് പ്രത്യേകിച്ച് തകരാറൊന്നുമില്ല. അത് ഒരുവിധം ഒരുവിധ അളവിലുള്ള തിമിരത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാഴ്ച ഞരമ്പിൻ്റെ ആരോഗ്യം എത്രയുണ്ടെന്ന്. അപ്പോൾ കാഴ്ച ഞരമ്പിന് നല്ല ആരോഗ്യമുണ്ട്, തിമിരത്തിൻ്റെ മൂടൽ മാത്രമാണ്. അതോടൊപ്പം തന്നെ കുറച്ച് പ്രഷറും ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ നമുക്ക് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ലൊരു റിസൾട്ടാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരാളുടെ മുഖം തെളിഞ്ഞ് കാണാതിരിക്കലും അവർ നടക്കുമ്പോൾ തന്നെ ഇങ്ങനെ തട്ടി വീഴാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രായമായ ആളുകൾക്ക് അവർക്ക് ഗുണകരമായിട്ടുള്ള കാര്യമാണ്. കാഴ്ച ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ അവർക്ക് തന്നെ കുറേയൊക്കെ ചെയ്യാൻ പറ്റുന്ന പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ അവരെ കൊണ്ടുവരും. അപ്പോൾ അവരുടെ നീഡാണ് നമ്മൾ ഫസ്റ്റായിട്ട് നോക്കുന്നത്. അപ്പോൾ ഒരു ജോലി എടുക്കുന്ന ഡ്രൈവ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചെറിയൊരു തിമിരവും അല്ലെങ്കിൽ ചെറിയ ഒരു കാഴ്ചക്കുറവ് തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായിട്ട് വരും. എന്നാൽ കുറച്ച് പ്രായമായ ആളുകൾക്ക് അവരുടെ ഒരു ഫങ്ഷനൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് അതിന് പ്രയാസം വരുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് തിമിരം കൂടെയുള്ള ആളുകൾക്ക് അത് ചെയ്താൽ അത് ഗുണകരമാണ്. എന്നാൽ തീരെ കാഴ്ച ഇപ്പോൾ ഈ ഒരു പ്രഷറൊക്കെ ബാധിച്ച് കാഴ്ച ഞരമ്പൊക്കെ പൂർണ്ണമായി ആരോഗ്യം നഷ്ടപ്പെട്ട ആളുകൾക്ക് പിന്നെ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വലിയൊരു കാഴ്ച ലഭിക്കാൻ സാധ്യതയില്ലാത്ത അവസ്ഥകളുണ്ട്. അപ്പോൾ അത്തരം സാധ്യതകളിൽ നമ്മൾ ഓപ്പറേഷൻ നിർദ്ദേശിക്കാറില്ല. അവർക്കൊരു ഗുണം കിട്ടും എന്ന ഒരു കണ്ടീഷനിൽ മാത്രമാണ് ഒരു ഓപ്പറേഷൻ നിർദ്ദേശിക്കാറുള്ളത്. സംസാരത്തിനിടെ ഇത് ആജീവനാന്തം കണ്ണിൽ മരുന്നൊഴിക്കേണ്ട ഒരു സൂചന ഒന്നും അങ്ങനെയാണോ? ഈ ഗ്ലോക്കോമക്ക് മരുന്ന് വയ്ക്കുമ്പോൾ ആജീവനാന്തം ഇതിപ്പോൾ കണ്ണിനകത്തുള്ള ആ ഒരു അക്വസ് ഹ്യൂമർ എന്ന് പറയുന്ന ദ്രാവകം പുറത്തേക്ക് പോകുന്നതിന് ഒരു തടസ്സം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തടസ്സം അവിടെ ഉള്ളിടത്തോളം കാലം കണ്ണിൻ്റെ പ്രഷർ കൂടിയേ ഇരിക്കും. അപ്പോൾ അത്തരം ആളുകൾക്ക് നമ്മൾ മരുന്നൊഴിച്ചുകൊണ്ട് പ്രഷർ ആജീവനാന്തം അത് കുറച്ച് വെക്കലാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ശരിയായ ചികിത്സാ രീതി. അല്ലാത്ത പക്ഷം കാഴ്ച ഞരമ്പുകൾക്ക് ഡാമേജ് വരാം. എന്നാൽ ഈ പറഞ്ഞ പോലെ തിമിരവും പ്രഷറും ഒക്കെ ചേർത്ത് ഓപ്പറേഷൻ ചെയ്ത് നമുക്ക് ഓപ്പറേഷനിലൂടെ തന്നെ നമുക്ക് ഈ ഒരു പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത്തരം ആളുകൾക്ക് ഓപ്പറേഷന് ശേഷം മരുന്ന് നിർത്താം. അതും തന്നെ ഒരു 80% ആളുകൾക്കാണ് ആ ഒരു ഫുൾ കൺട്രോളൊക്കെ കിട്ടുള്ളൂ. കുറച്ച് ആളുകൾക്കൊക്കെ പിന്നീടും ആ ഒരു പ്രഷറിൻ്റെ ആ ഒരു ലക്ഷണങ്ങൾ ചെറുതായിട്ടൊക്കെ തിരിച്ചു വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ പൂർണ്ണമായിക്കൊണ്ട് ഓപ്പറേഷനിലൂടെ പ്രഷർ കുറഞ്ഞ ആളുകൾക്ക് മരുന്ന് നിർത്താം. അല്ലാത്ത ആളുകൾക്ക് വേറെ ഓപ്പറേഷനോ മറ്റോ ചെയ്യാത്ത ആളുകൾക്ക് എന്തായാലും മരുന്ന് ഒഴിക്കൽ തന്നെയാണ് അവരുടെ ഒരു മാർഗമായിട്ടുള്ളത്. ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് സുഖമായി മരുന്ന് നിർത്തിയ ആളുകൾ പോലും ഒരു റെഗുലർ ഫോളോ അപ്പ് വേണമെന്നാണ് ഡോക്ടർ അവിടെ പറഞ്ഞത്. കാരണം ഒരു കാലയളവിന് ശേഷം നമ്മൾ സാധാരണ ഈ ഒരു ദ്രാവകത്തിന് പുറത്തേക്ക് വരാനുള്ള ചെറിയൊരു ചാനൽ ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ കൊണ്ട് ചെയ്യുന്നത്. ആ ചാനൽ ചിലപ്പോൾ ചെറുതായിട്ട് ക്ലോസ് ആവാനുള്ള സാധ്യതയുണ്ട്, അതിൻ്റെ പ്രവർത്തനം കുറയാനുള്ള സാധ്യത. അപ്പോൾ റെഗുലർ ഫോളോ അപ്പ് ഇതിൽ അത്യാവശ്യമാണ്. നമ്മളൊരു മരുന്ന് ഒരു സ്റ്റേജിലുള്ള ഒരവസ്ഥയായിരിക്കണം എന്നില്ല കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്നത്. അപ്പോൾ മരുന്നുകൾ ആഡ് ചെയ്യേണ്ട സ്റ്റേജുകളിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇൻ്റർവെൻഷൻ ഇടപെടേണ്ട സാഹചര്യങ്ങളിലൊക്കെ ഇടപെടാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടാവണം. ഇതിന് പ്രത്യേകിച്ച് ഇപ്പോൾ കാരണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പാരമ്പര്യം ജീവിതശൈലിയൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ വീട്ടിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ഗ്ലോക്കോമ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രോതാക്കൾക്ക് നിർദ്ദേശം നൽകാനുണ്ടോ? ഗ്ലോക്കോമ വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ സാധാരണ ചോദിക്കാറുള്ള ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ പറ്റുമോ? അത്തരം ചോദ്യങ്ങളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു അസുഖം ആ ഒരു രീതിയിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല. ഒന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പറയുന്ന പോലെ മരുന്നുകൾ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന അശ്രദ്ധകളും അത്തരം അലംഭാവങ്ങളും കാര്യങ്ങളൊക്കെ അത് നമുക്ക് കഴിയുന്നതും ഒഴിവാക്കാം, അതിലൊരു ശ്രദ്ധ കൊടുക്കാം. അതല്ലാത്ത രീതിയിലുള്ള നമുക്കിത് വരാതിരിക്കാനോ അല്ലെങ്കിൽ വേറെ മറ്റു ഭക്ഷണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേറെ മറ്റു മാർഗങ്ങളിലൂടെ ഇതിനെ നിയന്ത്രിക്കാനുള്ള ഒരു അവസരം ലഭ്യമല്ല. ഉറക്കത്തിന് ഈ അസുഖമായി വല്ല ബന്ധമുണ്ടോ? പലപ്പോഴും മതിയായ ഉറക്കം കിട്ടാത്ത ആളുകൾ, അതിനെന്തെങ്കിലും ഇതിൽ റോള്? ഉറക്കം കുറഞ്ഞ ആളുകൾ കണ്ണിന് സ്ട്രെയിന് വരും, കണ്ണിന് കടച്ചിൽ വരും, ക്ഷീണം വരും എന്നല്ലാതെ ഈ ഒരു അസുഖത്തിന് നേരിട്ട് അത് ഒരു റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രവണത സാധാരണ രീതിയിൽ ഉണ്ടാവാറില്ല. പലപ്പോഴും കണ്ണ് ഡോക്ടർമാരോടൊക്കെ സംസാരിക്കുമ്പോൾ മോണിറ്ററിലേക്ക് കൂടുതൽ നോക്കിയിരിക്കുന്ന ജോലിയുള്ളവരോടൊക്കെ ഇടയ്ക്കൊരു ഇൻ്റർവെൽ നിർദ്ദേശിക്കാറുണ്ട്. കുറച്ച് സമയം മോണിറ്ററിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഏതാനും മിനിറ്റുകൾ ഒന്ന് മാറിയിരിക്കാൻ. അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ ഇതിന് ഉപയോഗപ്രദമായിരിക്കുമോ? അതെ, സ്ക്രീൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പൊതുവേ നമ്മൾ നിർദ്ദേശിക്കാറുള്ളതാണ് 20-20 റൂൾ. 20 മിനിറ്റ് നമ്മൾ സ്ക്രീനിൽ നോക്കിയിരിക്കുകയാണെങ്കിൽ ഒരു 20 സെക്കൻഡ് 20 ഫീറ്റ് ദൂരത്തിലുള്ള എന്തെങ്കിലും കുറച്ച് ദൂരമുള്ള ഒരു കാര്യത്തിൽ 20 സെക്കൻഡ് ചെറിയ സമയമുള്ളൂ നോട്ടം ഒന്ന് മാറ്റണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കണ്ണിന് അടുത്തേക്കുള്ള ഫോക്കസ് ചെയ്യാനുള്ള ആ ഒരു സ്ട്രെയിനും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ അത് പൊതുവേ ഒരു ഡിജിറ്റൽ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ സ്ട്രെയിന് കുറക്കാൻ വേണ്ടി നമ്മൾ നിർദ്ദേശിക്കുന്ന
ഒരു മാർഗ്ഗമാണ്. ഗ്ലോക്കോമയുമായി നേരിട്ട് അതിന് ബന്ധമില്ല. കണ്ണിൻ്റെ സ്ട്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രയാസങ്ങളും ഈ ഡിജിറ്റൽ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്നൊക്കെ പറയും. ഡിജിറ്റൽ ഐ സ്ട്രെയിൻ ഒരുപാട് സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡ്രൈനെസ് ഉണ്ടാവും, അതിൻ്റെ ടയർഡ്നെസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ഇതൊരു ഫലപ്രദമായിട്ടുള്ളൊരു ടെക്നിക്കാണ്. വ്യായാമത്തിന് ഇതിന് വല്ല റോളുണ്ടോ? ശാരീരിക വ്യായാമം, നടത്തം അല്ലെങ്കിൽ നീന്തൽ, അതുപോലെ അങ്ങനെയുള്ള എന്തെങ്കിലും? ഒരു പൊതുവെ നമ്മുടെ പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹാബിറ്റ്സ്, ഇപ്പോൾ ഷുഗർ ഇല്ലാത്ത ആളുകൾക്ക്, പ്രഷർ ഇല്ലാത്ത അവർക്കൊക്കെ മൊത്തത്തിൽ അവരുടെ കണ്ണിലേക്കുള്ള രക്തോട്ടവും അതിൻ്റെ ഒരു ആരോഗ്യവും എപ്പോഴും കുറച്ചും കൂടി നല്ല ഒരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള അതുപോലെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, പിന്നെ അപ്പോൾ ഇലക്കറികൾ, പച്ചക്കറികൾ, അപ്പോൾ അതൊക്കെ അത്തരം ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നമ്മുടെ പിന്നെ കണ്ണിൻ്റെ ഞരമ്പിൻ്റെ ആരോഗ്യത്തിനെ സംരക്ഷിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള അതിന് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് അതിനുണ്ട്. പിന്നെ എന്നാൽ ഷുഗറും പ്രഷറും മറ്റ് രക്തക്കുഴലുകൾ അടയുന്ന ഇങ്ങനത്തെ അവസ്ഥകൾ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കാഴ്ച ഞരമ്പിൻ്റെ ഡാമേജിൻ്റെ ആ ഒരു തോത് വർദ്ധിക്കും. അപ്പോൾ പൊതുവെ ഒരു ഹെൽത്തി ഒരു ലൈഫ് സ്റ്റൈൽ സ്വീകരിക്കുന്നത് മൊത്തത്തിൽ കണ്ണിൻ്റെ ഞരമ്പിനും ഒക്കെ ഗുണകരമാണ്. ഏതായാലും നമ്മുടെ അനുവദിച്ച സമയം ഇവിടെ അവസാനിക്കാറായി. ഇത്രയും നേരത്തെ താങ്കളുടെ സംസാരത്തിൽ ഞാൻ ശ്രദ്ധിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇതൊരു വളരെ നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കിട്ടില്ല എന്നത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു വിഷയമാണ്. നേരത്തെ കണ്ടെത്തിയാൽ അത് ആ അവസ്ഥയിൽ പിടിച്ചു നിർത്താൻ പറ്റും. പിന്നെ ഇടക്കിടക്കുള്ള ചെക്കപ്പ് വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ 2-3 പോയിൻ്റുകളിൽ ശ്രോതാക്കൾക്ക് ഇതിൻ്റെ ഒരു കൺക്ലൂഷനിൽ ശ്രദ്ധിക്കാൻ വേണ്ടി 3 പോയിൻ്റുകൾ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാം. ഏതായാലും വളരെ ഉപകാരപ്രദമായ അറിവുകൾ വളരെ നന്ദി. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് വീണ്ടും കണ്ണുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ അവതരിപ്പിക്കാൻ നമുക്ക് പീസ് റേഡിയോ ആരോഗ്യ വിചാരം, ആരോഗ്യ ചിന്തകൾ, ഇവയിലൊക്കെ നമുക്ക് അവസരം കണ്ടെത്താം. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.